കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 643 കിലോമീറ്റർ ദൂരം, 45 മീറ്റർ വീതിയിൽ 6 വരിപ്പാത. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 643 കിലോമീറ്റർ ദൂരം, 45 മീറ്റർ വീതിയിൽ 6 വരിപ്പാത. കേരളത്തിന്റെ ഭാവി വികസനത്തിന്റെ അടിത്തറയായി വിശേഷിപ്പിക്കപ്പെടുന്നു NH66. അച്ഛാ, മൂല്യം കുറച്ച് നല്ലതിന്, അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. രാജ്യാന്തര നിലവാരത്തിലെ നിർമ്മാണമെന്ന് കൊട്ടിഘോഷിച്ചെങ്കിലും മഴക്കാലത്തിന് തൊട്ടുമുമ്പുള്ള ചെറുമഴയിൽ പക്ഷേ റോഡ് തകർന്നു. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നത്. എന്താ ചെയ്യാ? അതും വൻ അപകട സാധ്യത മുൻനിർത്തിക്കൊണ്ട്. അതിൽ ക്രെഡിറ്റിനെ ചൊല്ലി മാസങ്ങൾക്ക് മുമ്പേ ക്യാമ്പയിൻ ആരംഭിച്ചവർക്ക് നേരെ രാഷ്ട്രീയ ചോദ്യങ്ങളും ഉയർന്നു. വിവാദമായി. എല്ലാം കേന്ദ്ര സർക്കാർ പരിപാടിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്കിതിൽ റോളില്ലെന്ന് പറയാൻ സംസ്ഥാന സർക്കാരിനായില്ല. ഒരു അബദ്ധം പറ്റിപ്പോയി. പോലീസിന് നമ്മളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഉണ്ടെന്ന ആ SI ഇരുമ്പ് വിജയൻ എന്നോട് പറഞ്ഞത്. ചിക്കിലി കുറെ അവന്റെ തൊണ്ടക്കകത്തും കുത്തി കയറ്റിയിട്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഭൂതകാലത്തിലെ റീലുകൾ പൊല്ലാപ്പായി. ഏറ്റവും ഒടുവിൽ മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ മുഖം രക്ഷിക്കാൻ ശ്രമം തുടങ്ങി. 6 ഇഞ്ചിന്റെ കരാറുകാരായ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്ത് ആദ്യ നടപടി. ബസ് ഓവർലോഡ് ആയിരുന്നു എന്ന് പറഞ്ഞാലോ? ആളിയൻ എന്ത് വിഡിത്തമായി പറയുന്നത്? എത്ര ഓവർലോഡ് ആയിരുന്ന ഒരു ബസ് കയറി അവിടെ പാലം പൊളിഞ്ഞു വീഴുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞ പില്ലറിന്റെ പണിയിലെങ്കിലും സിമെന്റും കമ്പനി കുറയ്ക്കരുതെന്ന്. ഒപ്പം കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് വിലക്കും ഏർപ്പെടുത്തി. അയാൾ എന്ത് പറഞ്ഞു? വേറെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാൻ പറ്റുമോ നോക്കാൻ. അത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്.